എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈശോയുടെ നാമത്തിൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പേ വലിയൊരു രഹസ്യം നമ്മൾ ഇവിടെ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോട് കൂടി വീഡിയോ കേൾക്കുക. കഴിയുന്നവർ കയ്യിൽ ബൈബിൾ എടുത്ത് വച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ടേക്ക് കിടക്കുകയാണ്. നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. ഒരു വചനം ധ്യാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് ആദ്യമായി രക്തസാക്ഷിയായ രാജകീയ പൗരോഹിത്യമുള്ള ഒരു പ്രവാചകനെ ആദ്യമായി പ്രവാചകനായ ഒരു വ്യക്തി നിങ്ങൾക്ക് പഴയ നിയമത്തിൽ കാണിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഇപ്പോൾ ചിലർ പറയും ഏലീശ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ അത് തെറ്റാണ്. മെൽക്കിസദേക്ക് എന്ന് പറയും, തെറ്റാണ്. എന്ന് ഞാൻ നിങ്ങൾക്ക് വിത്ത് പ്രൂഫ്, വിത്ത് എവിഡൻസ്, വചനത്തിൽ നിന്ന് വിത്ത് പ്രൂഫ്, യഥാർത്ഥ എവിഡൻസോടുകൂടി ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു തെളിവ് തരാൻ പോവുകയാണ്. ഞാൻ പറയും ആബേലാണ് ആദ്യത്തെ പ്രവാചകൻ. അത് ഞാൻ നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് തന്നെ തെളിവ് തരും. ആബേലാണ് ആദ്യത്തെ പ്രവാചകൻ. നിങ്ങൾ ഇത് ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളെ ആരും ഇത് പഠിപ്പിച്ചിട്ടുണ്ടാകത്തില്ല. അതാണ് പറയുന്നത് വചനം ധ്യാനിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇത് ഒരു ചെറിയൊരു കഥ കൂടി പറഞ്ഞ് തരാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 49-ാം വാക്യം. അതിൽ പ്രകാരമാണ്, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെ അപ്പോസ്തലന്മാരെയും അയക്കും, അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കുക, 50-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്, നിങ്ങൾ ശ്രദ്ധിക്കുക, രക്തത്തിന് ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യവെച്ച് കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. ഈ തലമുറ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ആര് മുതലാണ്? ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും നടുക്ക് വെച്ച് കൊല്ലപ്പെട്ട സക്രിയ വരെ. അപ്പോൾ മനസ്സിലായല്ലോ, ആബേല് പ്രവാചകനാണ്. അത് ദൈവം ആദ്യം മുതലേ തീരുമാനിച്ചതാണ്. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. പ്രവാചകന്മാരെ പിശാചിന് ഒത്തിരി പേടിയാണ്. കാരണം അവർ ഇനി വരുംകാലത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ ഇനി പാപത്തിലൂടെ വീഴാൻ പേടിയില്ല. അതുകൊണ്ടാണ് ആബേൽ തൻ്റെ സഹോദരൻ വഴി ആബേലിനെ നശിപ്പിച്ചത്. അതുകൊണ്ടാണ് സാത്താൻ തൻ്റെ സഹോദരൻ വഴി, ശ്രദ്ധിച്ചു കേൾക്കുക, ആബേൽ മുതൽ സക്രിയ വരെയാണ് പ്രവാചക ഗണം. അപ്പോൾ ഇവരെ എല്ലാവരെയും കൊന്നതിന് പിന്നാലെ സാത്താൻ്റെ ഒരു കളിയുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയാണ്, നാളെ ഇവിടെ നിന്നൊരു ഭൂകമ്പം ഉണ്ടാകും, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് ജീവിക്കാമെന്ന് പറയും. എല്ലാവരും പ്രാർത്ഥിച്ച് ജീവിക്കും അല്ലേ? എല്ലാവരും ഭയത്താൽ പ്രാർത്ഥിക്കും. അപ്പം എന്താ ദൈവവരുടെ മേലെ കരുണ കാണിക്കും. ഇത് സാത്താന് പാടില്ല. ഇത് കാരണം ഈ പ്രവാചകനായ, ഒരു ഉദാഹരണം പറയാണ്, യഥാർത്ഥമല്ല, പ്രവാചകനായ ഞാനാണ് ഇപ്പോൾ പ്രവാചകനായപ്പോൾ ഇങ്ങനെ പറഞ്ഞു ജനങ്ങളെല്ലാം ഇങ്ങനെ ആവുകയാണ്. അപ്പോൾ ഇനി ഇവൻ ഇങ്ങനെ ജനങ്ങളെ നേരായ വഴിക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഇവൻ തന്നെ ഒന്നെങ്കിൽ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റും, അല്ലെങ്കിൽ എടുക്കും, രക്തസാക്ഷി ആകും. അങ്ങനെയാണ് ആബേലിനെ തൻ്റെ സഹോദരൻ വഴി, പ്രവാചകനായ ആബേലിനെ തൻ്റെ സഹോദരൻ വഴി പിശാച് നശിപ്പിച്ചത്. ഇനി ഞാനൊരു ചെറിയ ഒരു കഥ എനിക്ക് വേറൊരു അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ വേറൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഒരിക്കലും ഒരു അമ്മയും അപ്പനും ഒരു മോളും, ഇവർ 3 പേര്, ഒരു കുടുംബത്തിലുള്ള ഇവർ 3 പേരും. അപ്പോൾ ഇവർ ഇങ്ങനെ എല്ലാ ദിവസവും ഇവർ ട്രെയിനിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. എല്ലാ ദിവസവും ഒരു മാസത്തോളം ഇവർ ട്രെയിനിൽ യാത്ര ചെയ്യും. അപ്പോൾ ഈ മോൾക്കൊരു എന്താ പറയുക, ഒരു തോന്നൽ, ഞാൻ ഒരു ദിവസം എനിക്കൊന്ന് ഒറ്റയ്ക്ക് ട്രെയിനിലൊന്ന് യാത്ര ചെയ്യണം, ഒറ്റയ്ക്ക് ട്രെയിനിലൊന്ന് യാത്ര ചെയ്യണം. അപ്പോൾ ഇതുവരെ മോള് അച്ഛനോടും അമ്മയോടും കൂടെയാണ് യാത്ര ചെയ്യുക, അതുകൊണ്ട് മോൾക്ക് ഭയക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അപ്പോൾ ദിവസമായി മോൾ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ മോളുടെ അമ്മ ഒരു പേപ്പർ മടക്കി ആ മോളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അമ്മ പറയുന്ന ഒരു വാക്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ മോള് ഒറ്റയ്ക്കാണ് ഈ ട്രെയിനിൽ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്, പരിചയക്കാരും ബന്ധുക്കളാരുമില്ല. അതുകൊണ്ട് നിനക്ക് പേടിയാകുന്ന സമയത്ത്, നിനക്ക് എപ്പോഴെങ്കിലും ഭയം വരികയാണെങ്കിൽ, നിനക്ക് എപ്പോഴും പേടി വരികയാണെങ്കിൽ, ആ സമയത്ത് അമ്മ തന്ന ഈ കത്ത്, അമ്മ പേപ്പർ മടക്കി കൊടുത്തില്ല, ഈ കത്ത് മോള് തുറന്ന് നോക്കണം. അപ്പം മോള് സന്തോഷത്തോടെ അമ്മയ്ക്ക് അപ്പനും ഉമ്മയ്ക്ക് കൊടുത്തിട്ട് മോൾ അതിനടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് മോള് പോവുകയാണ്. അപ്പോൾ മോള് യാത്ര ചെയ്തു. ആദ്യത്തെ സ്റ്റേഷൻ എത്തിയപ്പോൾ കുറേ ആൾക്കാർ, കുറേ ഫ്രണ്ട്സൊക്കെ വന്നു. അവരോട് കളിച്ചും ചിരിച്ചും പറഞ്ഞു, സമയങ്ങളൊക്കെ പോയി. പക്ഷേ അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോൾ അവർ ഇറങ്ങി. അപ്പോൾ പിന്നീട് പരിചയമില്ലാത്തവരായിപ്പോയി. കാരണം അവരോട് ഒരു മിനിറ്റ് കൊണ്ടാണ് ഫ്രണ്ട്സ് ആയതെങ്കിലും അവരോട് സംസാരിച്ചിരുന്നപ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവരിറങ്ങിയപ്പോൾ ആ ധൈര്യം നഷ്ടപ്പെട്ടു പോയി. ഈ മകൾക്ക് ഉള്ളിൽ ഒരു പേടി വരാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഈ മകള് ഓർത്തു, തൻ്റെ അമ്മ ഒരു കത്ത് തനിക്ക് തന്നു, മകൾക്ക് പേടി വരുമ്പോൾ ഈ കത്തെടുത്ത് വായിക്കാൻ അമ്മ പറഞ്ഞു. അപ്പോൾ ഈ മോള് പോക്കറ്റിൽ നിന്ന് ആ കത്തെടുത്ത് വായിക്കുകയാണ്. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്: എൻ്റെ മോള് വല്ലാതെ പേടിച്ചു പോയോ? പേടിക്കണ്ട, അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിൻ്റെ പപ്പ ഇരിപ്പുണ്ട്. മോള് പേടിക്കണ്ട, മോള് വല്ലാതെ പേടിച്ചു പോയോ എങ്കിൽ മോള് പേടിക്കണ്ട, അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിൻ്റെ പപ്പ ഇരിപ്പുണ്ട്. ഇത് വായിച്ചു. അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ പപ്പ ഇരിപ്പുണ്ടല്ലോ, പേടിയെല്ലാം മാറി. ഇതുപോലെ ഈ ജീവിതമാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സാധാരണ പല പ്രലോഭനങ്ങളും തരും, സത്യത്തിൽ പല ഭയങ്ങളും തരും. ആ ഭയത്തിൽ നമ്മൾ വായിക്കാൻ ഈശോ നമുക്ക് തന്ന ഒരു കത്താണ് ഈ വിശുദ്ധ ഗ്രന്ഥം. എന്നാൽ നമ്മൾ തിരക്കിനിടയിൽ ഈ കത്തെടുത്ത് വായിക്കാൻ മറന്നുപോയി. നമ്മൾ തിരക്കിനിടയിൽ ഭയന്ന് തന്നെ ജീവിക്കാൻ തുടങ്ങി, ഈ കത്തെടുത്ത് വായിക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോകുന്നത്. ഇന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം ഈ കത്തെടുത്ത് വായിച്ച ആരും ഈ ഭൂമിയിൽ, നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി, ഈ കത്തെടുത്ത് വായിച്ച ഒരുവനും ഈ ഭൂമിയിൽ നശിച്ചു പോയിട്ടില്ല. ഈ കത്തെടുത്ത് വായിച്ച എല്ലാവരും ഈ ഭൂമിയിൽ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അത് ചരിത്രം തന്നെ സാക്ഷിയാണ്. അപ്പോൾ വചനപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മ നിങ്ങളുടെ പേര് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സത്യം നിങ്ങളെ സ്വന്തരാകും. ഈ മായയാകുന്ന ലോകത്തിൽ നമ്മളെല്ലാവരും സത്യം അറിയാതെ, സയന്റിസ്റ്റുമാർ പറയുന്നു ഓരോരോ കളത്തരത്തിലും ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, ഒരു എനർജി പൊട്ടിത്തെറിച്ചാണ് ഭൂമി ഉണ്ടായത്. ഇങ്ങനെയൊക്കെ സയന്റിസ്റ്റുമാർ പറയുമ്പോൾ ഈ മായയിൽ നമ്മൾ വീണു പോവുകയാണ്. അപ്പോൾ ഈ ഭയം നമ്മളെ മൂടുമ്പോൾ ഈ മായയിൽ നിന്ന് നമ്മളെ സ്വന്തരാക്കാൻ, ഈ ഭയത്തിൽ നിന്ന് നമ്മളെ സ്വന്തരാക്കാൻ ഒരു വഴിയും നമുക്കില്ല. ഈ ലോകം തരുന്ന അല്പസുഖത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നിത്യമായ സന്തോഷത്തിന് പിന്നാലെ പോകാൻ ഞാനും നിങ്ങളും ഇന്ന് മറന്നു പോകും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആദ്യമായി പ്രവാചകനെ സാത്താൻ തന്നെ സാഹോദര്യ ബന്ധത്തിലൂടെയാണ് നശിപ്പിച്ച് കാണുന്നത്. അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്ന ഞാനും നിങ്ങളുമൊക്കെയും എപ്പോൾ വേണമെങ്കിലും വീണു പോകാം. ആരുടെ രൂപത്തിൽ വേണമെങ്കിലും സാത്താൻ വന്ന് നമ്മളെ പ്രലോഭിപ്പിക്കാം. വേണമെങ്കിൽ എൻ്റെ സഹോദരൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികളുടെ രൂപത്തിലായിരിക്കാം. നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ മായയിലേക്ക് വീണു പോകുമ്പോൾ രണ്ടാം വരവ് അതൊരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴും. ആ കെണിയിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം
ആ കെണി നിത്യമായ കെണിയായിരിക്കും. അതിന് ഒരുങ്ങി പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് അത് തങ്ങളുടെ രക്ഷയുടെ സമയം സമീപിച്ചിരിക്കുന്നു എന്ന് വരും. അല്ലാത്തവർക്ക് അതൊരു കെണിയായും മാറും. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കേ ഉള്ളൂ. നമ്മൾ ഒരു സുശിക്ഷ പ്രഘോഷകം പോലെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെ സമൃദ്ധമായിരിക്കും. അതുവഴി നിങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒരു ചെറിയൊരു സുവിശേഷ പ്രഘോഷണം പോലെയാകും. കാരണം നിങ്ങളറിഞ്ഞ ഈശോ, നിങ്ങൾ കേട്ട ഈശോയെ നിങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ അവസരം കൊടുക്കുന്നു. അതൊരു സുവിശേഷ പ്രഘോഷണം പോലെയാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ക്രിസ്തുവിനെ അവരിലേക്കും പങ്കുവയ്ക്കുന്നത് നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.